ED പിണറായി വിജയന്റെ വീട്ടിലൊരു റെയ്ഡ് നടത്തിയായിരുന്നല്ലോ. അന്ന് CPM പ്രവർത്തകർ നടത്തിയ ഒരു വിളയാട്ടം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് പിണറായി വിജയൻ അതിന് പറഞ്ഞത് പ്രതിഷേധം സമാധാനപരമായിരുന്നു എന്ന്. 2020 നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതുപോലെ അന്ന് നടന്നത് വെറും പ്രതിഷേധം സമാധാനപരമായിരുന്നു എന്നാണ്. ആ വീഡിയോ കണ്ടിട്ട് അത് സമാധാനപരമായി എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ തോന്നി? അല്ല, അത് പിണറായി വിജയന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എത്ര വലിയ കാഴ്ചകൾ ഉണ്ടെങ്കിലും, എന്ത് ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും തൻ്റെ നിലപാട് ഇതാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും അത് നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. കാരണം നവകേരള യാത്ര എന്ന് പറഞ്ഞ് മന്ത്രിസഭ ഒന്നടങ്കം ഒരു ബസ്സിൽ കേരളം ചുറ്റിയ യാത്രയിൽ കണ്ണൂർ ആദ്യമായിട്ട് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പരിപാടി നടന്നത് തന്നെ കണ്ണൂരാണ്. കണ്ണൂർ അവിടെ പ്രതിഷേധിച്ച് നിന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അവിടുത്തെ DYFI CPMകാർ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തെയാണ് മുഖ്യമന്ത്രി പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത്. വാഹനത്തിന്റെ മുന്നിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CPMകാരും DYFIക്കാരും അവരെ തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് അടിച്ചതെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനിൽ നിന്ന് ഇപ്പൊ ഇത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാരണം നമ്മൾ ഇത്ര നാളും കണ്ടത് അതാണ്. അതുപോലെ തന്നെ ആലപ്പുഴ AD തോമസ് MLA അടക്കമുള്ള MS തോമസിനെ അടക്കം ഗൺമാന്മാരെ ഇറങ്ങി മർദ്ദിച്ച സംഭവം, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് പോലും പിണറായി വിജയൻ അതിൽ വീഴ്ച സംഭവിച്ചു എന്നോ അതിൽ എന്തെങ്കിലും ആ നടപടി തെറ്റായി പോണയോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ തന്റെ നിലപാട് ഇതാണ്. ഈ നിലപാടിനൊപ്പം തന്നെയാണ് എല്ലാവരും വരണം എന്നുള്ള പൊതുബോധം സൃഷ്ടിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. ED റെയ്ഡിന്റെ അത് നമ്മൾ കണ്ടതാണ്. ED പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് വന്ന സമയം മുതൽ CPM പ്രവർത്തകര് കണ്ണൂരിലെ വീട്ടിലാണെങ്കിലും കോഴിക്കോട്ടിലെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലാണെങ്കിലും ഇവിടെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരുന്നാലും CPM പ്രവർത്തകരെല്ലാം ഒഴുകിയെത്തുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ വന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ വീടിന്റെ മുന്നിൽ വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ സംസ്ഥാന സെക്രട്ടറി, മുൻ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള പ്രധാന നേതാക്കൾ, MLAമാർ ഇവരെല്ലാം വന്ന് വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പ്രതിഷേധിക്കുന്നതൊക്കെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിനൊന്നും ഒരു ഇതില്ല. കാരണം നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, ED വേട്ടയാടുന്നു എന്നുള്ള രീതിയിൽ പ്രതിഷേധിക്കാം. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാണ്, ആ വാഹനം അടിച്ചു പൊട്ടിച്ചത് എല്ലാം കൃത്യമായ ദൃശ്യങ്ങളിലുള്ളതാണ്. എത്ര ആസൂത്രിതമായി തന്നെയാണ് ഈ വാഹനത്തിന് നേരെ ആക്രമണം നടന്നത്. വണ്ടിയുടെ മുന്നിലെയും ബാക്കിലെയും ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്, ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്, ഇതെല്ലാം ദൃശ്യങ്ങളുണ്ട്. എന്നിട്ടും പിണറായി വിജയൻ മാത്രം പറയുന്നു അത് സമാധാനപരമാണെന്ന്. ഇതാണ് എല്ലാ കാര്യത്തിലും ഇതാണ്. കൃത്യം ദൃശ്യങ്ങളടക്കം ലോകം മുഴുവൻ കണ്ടിട്ടും പിണറായി വിജയൻ മാത്രം അത് കണ്ടില്ല. അതുകൊണ്ടാണ് ഇത് സമാധാനപരം എന്ന് പറയുന്നത്. ഇത് ഇനി വരുന്ന പാർട്ടി ഇപ്പൊ ഉള്ള ഏറ്റവും ഉയർന്ന നേതാവാണല്ലോ പിണറായി വിജയൻ. അപ്പൊ ഇനി വരുന്ന ഈ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പ്രചോദനം നൽകുന്ന രീതിയിലുള്ള വർത്താനം. അല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ. നിങ്ങൾ എന്ത് അഴിഞ്ഞാട്ടം വേണമെങ്കിലും കാണിച്ചോളൂ, നിങ്ങൾക്ക് ഞാനുണ്ടെന്നുള്ള സന്ദേശമല്ലേ ഇന്ന് കൊടുക്കുന്നത്. കാരണം ഒരു വാഹനം അടിച്ചു തകർക്കുന്നു, ED കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ജോലി ചെയ്യാമെന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അതെല്ലാം സമാധാനപരമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. ഇന്ന് പാലക്കാട് CPMന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പ്രസംഗിച്ച കണ്ടില്ലേ, ഇതൊരു സാമ്പിൾ മാത്രമാണ്, ഇനി പൂരം വരുന്നതേ ഉള്ളൂ, ഞങ്ങൾക്ക് EDയും ഒരു ചുക്കും ഇല്ലെന്നാണ് പ്രസംഗിച്ചത്. പോലീസുകാരെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാന ഒരു PB അംഗമായ മുതിർന്ന നേതാവ് കൊടുക്കുന്ന സന്ദേശം താഴേക്ക് അണികളിലേക്കും പ്രതിഫലിക്കുക തന്നെ ചെയ്യുന്നത്. അവർക്ക് ഇതിലൊന്നും യാതൊരു കുറ്റബോധം തോന്നുന്നില്ലല്ലോ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചില്ല, അവർ വന്ന് പരിശോധന കിട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിയമപരമായാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ ED പരിശോധിച്ചാൽ എന്താണ് കുഴപ്പം? ED പരിശോധന നടക്കട്ടെ എന്ന് വിചാരിക്കുന്നില്ലല്ലോ. ED പരിശോധനയ്ക്ക് പകരം ആസൂത്രിതമായ ഒരു അക്രമം നടത്തി ED തുടർ പരിശോധനകൾ ഒഴിവാക്കുക, തുടർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് കാണിച്ചത്. ഞങ്ങളുടെ നേതാവിനെ തൊട്ടാൽ ഞങ്ങൾ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക, തെരുവിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. എന്നിട്ടാണ് അതിനൊരു മുതിർന്ന നേതാവ് ന്യായീകരിക്കും ചെയ്യുന്നത്. ഇത് എവിടെയാണ് നടക്കണമെന്നും കൂടെയല്ല, ഇത് കേരളത്തിലാണ് നടക്കുന്നത്. നമ്മളിത് തൃണമൂൽ ഭരണത്തിന്റെ കാലത്ത് ബംഗാളിലൊക്കെ കണ്ട കാഴ്ചയാണ്. ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്ന കേരളത്തിൽ ഈ കാഴ്ച കാണുകയാണ്. ഒരു ഉദ്യോഗസ്ഥരെ ഒരു സംഘം വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അവരെ എന്തുകൊണ്ടോ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. ഇവരെ വാഹനം തകർത്ത് കഴിഞ്ഞിട്ട് അടുത്ത ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യില്ലായിരുന്നു. ഉറപ്പായും തെരുവിൽ ഇറക്കി നിർത്തി മർദ്ദിക്കുന്ന തരത്തിലേക്കായിരുന്നു. ആക്രോശിച്ചാണ് ഓരോരുത്തർ വന്നത്, ഓരോ പ്രവർത്തകരും. ഇപ്പോൾ കീഴടങ്ങിയവരെന്ന് പറഞ്ഞാൽ 19 പേര് കീഴടങ്ങിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കീഴടങ്ങിയവരുണ്ട്, ഇവരെല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അപ്പം വധശ്രമം അടക്കം ചുമത്തിയ ഒരു സംഭവത്തെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ
പിണറായി വിജയൻ സമാധാനപരമായ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ടെങ്കിലും പിണറായി വിജയൻ ചിന്തിക്കേണ്ടതാണ്. അപ്പം നിയമത്തെയും പോലീസിനെയും ഭയന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇന്നിപ്പം സാർ ചേട്ടൻ മുമ്പേ പറഞ്ഞ പോലെ, മുമ്പേ സുരേഷ് ബാബു പറഞ്ഞ പോലെ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ളതാ. ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് EDക്ക് എതിരെ നടത്തിയെന്നൊക്കെ. അപ്പം ED, പോലീസ്, നിയമം ഇതിനോടൊന്നും ഒരു ഭയമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. അല്ല, ഭയമില്ല, അതായത് ഭയമില്ലാത്ത അവസ്ഥയല്ല, ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അണികളോട് നേതാക്കൾ പറയുകയാണ്, നിങ്ങൾ എന്ത് അക്രമം വേണമെങ്കിലും കാണിച്ചോളൂ, നിങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഞാനുണ്ട്, ഞങ്ങളുണ്ട്. ഇതാണ് നേതാവ് അണികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. നമ്മളിവിടെ ഒരു പൊതു നിരത്തിൽ ഇറങ്ങി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം തെറ്റായി പോയെന്ന് ഒരു നേതാവ് പോലും ഇതുവരെ CPM-ന്റെ നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി മുതൽ പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിരുന്നാലും എല്ലാവരും ഈ പ്രതിഷേധം ന്യായമായ കാര്യമാണെന്നാണ് പറയുന്നത്. ഈ രീതിയിലാണ് പ്രതിഷേധിക്കേണ്ടിയിരുന്നത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഇവിടെ എല്ലാം സുഗമമായി പോയി, ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ചെറിയ പ്രതിഷേധം ഉണ്ടായി എന്നാണ്. ഈ കാറടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ ഒക്കെ ദൃശ്യം കണ്ടിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ അണികളോട് പറയുകയാണ്, നിങ്ങൾ അണികളെ ഉത്തേജിപ്പിക്കുകയാണ്, നിങ്ങൾ ഇറങ്ങി അടിക്കൂ, നിങ്ങൾ പോലീസിനെ വകവയ്ക്കേണ്ട, നിങ്ങൾ EDയെ വകവയ്ക്കേണ്ട, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് സംഭവിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യും, നിങ്ങൾ കായികമായി കൈകാര്യം ചെയ്തോളൂ, പോലീസിനാണെങ്കിൽ നെഞ്ചി ചവിട്ടുമെന്നാണ് പറയുന്നത്. ഈ രീതിയിൽ അണികളോട് ആഹ്വാനം ചെയ്യാണ് അക്രമത്തിന്റെ പാതയിലേക്ക്. ഇത് എങ്ങനെയാണ് കേരളം മാറുന്നത്? ഇത് നമ്മുടെ ക്രമസമാധാന പ്രശ്നം എത്രത്തോളം ഉണ്ടാക്കും എന്നുള്ളത് നോക്കാം. ഇപ്പൊ പോലീസിനെതിരെ നടക്കുന്നു, ഇത് തന്നെയല്ലേ ഇവരെ രാഷ്ട്രീയ എതിരാളികളോട് അടുത്തത് കാണിക്കുന്നില്ലേ പറഞ്ഞു വരുന്നത്. അണികളെ അഗ്രസീവ് ആക്കുമ്പോൾ അവർ സ്വാഭാവികമായും പോലീസിനെ ആക്രമിക്കും, എതിർ രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കും, ഒരു സമാധാന അന്തരീക്ഷം നശിക്കപ്പെടും. ഇതാണോ CPM ആഗ്രഹിക്കുന്നതെന്ന് അവർ ചിന്തിക്കണ്ടേ? ഇത് അവരതൊന്നും ചിന്തിക്കുന്നില്ലോ. പകരം വന്ന സമാധാനപരമായ സമരം എല്ലാം, നിങ്ങൾ ഇനി വേണമെങ്കിലും സമരം ചെയ്തോളൂ, സാമ്പിളല്ലേ, ഇനി ഞങ്ങൾ പൂരം നടത്തി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അണികളോട് വീണ്ടും അക്രമം നടത്താൻ ആഹ്വാനം ചെയ്യാണ്. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. അവസാനിപ്പിക്കാൻ നേതാക്കൾ തന്നെ ഇടപെടണമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ട, ED ഉപദ്രവിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, മീശ പോലും മുളയ്ക്കാത്ത കുറെ ചെറുപ്പക്കാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇപ്പൊ ഇവരാരും ചിന്തിക്കുന്നില്ല, നേതാക്കളുടെ മക്കളൊന്നും ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുന്നൊന്നുമില്ല, തങ്ങളുടെ ഭാവിയാണ് പോണെന്നൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ലാതായി ഇപ്പൊ ഈ പാർട്ടി. അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പല കേസുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രാഷ്ട്രീയമായ കേസുകൾ, ഇപ്പൊ CPM അതിന്റെ കേസുകൾ നടത്തുമായിരിക്കാം. പക്ഷെ ഇതുകൊണ്ടുണ്ടാകും അവർക്ക് ഭാവിയിലേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നോ, കേസിൽ പെട്ടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ചിന്തിക്കാതെയാണ് ഒരു ആവേശത്തിന്റെ പുറത്ത് ഇതിൽ ഇറങ്ങി പുറപ്പെടുന്നത്. ഇപ്പൊ 19 പേരാണ് ഇപ്പൊ റിമാൻഡിലായി ജയിലിലേക്ക് പോകുന്നത്. ഈ 19 പേര് പോകുമ്പോൾ 19 കുടുംബങ്ങളെയാണ് അത് ബാധിക്കുന്നത്. അവർ ചിന്തിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം വേണം, രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകണം, രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ. പക്ഷെ എല്ലാത്തിനും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞ് റെയ്ഡിനെത്തി ED സംഘത്തെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം മാറാൻ പാടില്ല. അതിന് എപ്പോഴും ഒരു പരിധി ഉണ്ടാവണം. ആ പരിധിക്കകത്ത് നിന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഓരോ കേസുകളായിട്ട് നമ്മൾ നോക്കിയാൽ മതി. ഇതിന് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെ എടുത്ത വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഗൗരവമായ വകുപ്പുകളാണ്. ഈ വകുപ്പുകളുടെ ഈ കേസ് തീരാൻ എത്ര കാലമാണ് ഇവർ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരിക എന്നുള്ളതാണ്. സാമ്പത്തികമായും അവരുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കുന്നു, അവരുടെ ഭാവിയെ ബാധിക്കുന്നു. ഇതൊക്കെ ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം വേണം, രാഷ്ട്രീയമായ നമ്മൾ പ്രവർത്തിക്കുക, രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുക, എല്ലാം ചെയ്യുക. പക്ഷേ അതിനെല്ലാം ഒരു പരിധി വേണം. അക്രമ സമരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ചിന്ത വേണമെന്നുള്ളതാണ്.